ഹലോ ഗൈസ്, ടർബോ മൂവി കണ്ടിരുന്നു. മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ വിശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് മമ്മൂട്ടി തന്നെ ഹീറോ ആയിട്ട് വരുന്ന മൂവിയാണ്. അപ്പോൾ കണ്ട് എനിക്ക് തോന്നുന്നു 2 ദിവസമായി കണ്ടിട്ട്. എനിക്ക് ഇന്നാണ് ഒന്ന് സമയം കിട്ടിയത് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ബേസിക്കലി സിനിമയുടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയാറുള്ള പോലെ 2 ഏരിയയിലാണ് ഞാൻ കൂടുതൽ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് ഡയറക്ടോറിയൽ ഏരിയ, ഹൗ ഇൻട്രസ്റ്റിംഗ് ദ മൂവി. സെക്കൻഡ്, കാസ്റ്റ് ആൻഡ് ദ പെർഫോമൻസ്. ഡയറക്ടോറിയൽ നോക്കുവാണെങ്കിൽ ഈസ് ഡൺ ആൻ അമേസിങ് ജോബ്. കാരണം അതിൻ്റെ അകത്ത് നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഈ കാർ സ്റ്റണ്ടും, എന്താ പറയുന്നത്, കാറ് കൊണ്ടുള്ള ഒരുപാട് ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. മമ്മൂക്കയുടെ അതിഭീകരമായ ആക്ഷൻ സീക്വൻസസ്, അത് നമ്മളെ അതിശയിപ്പിച്ചു കളയും. കാരണം ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും മമ്മൂക്കയുടെ പ്രായം അറിയാം. 72 വയസ്സായ ആളാണ്. നമ്മുടെ വീട്ടിലൊക്കെ 72 വയസ്സായ ആൾക്കാരുണ്ടാവും. അവരുടെ ഒരു ഫിസിക്കൽ എബിലിറ്റിയും മമ്മൂക്ക ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന അക്രമമായ സ്റ്റണ്ടുകൾ കാണുമ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുപോലെ മമ്മൂക്ക കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ ഫോർ ദാറ്റ്. കാരണം ഒരു ഐ ബിലീവ് ഒരു ആക്ടറുടെ കയ്യിൽ നിന്ന് എന്താ പറയുന്നത്, പെർഫോമൻസ് ടേൺ ഔട്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് അതൊരു ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്. എനിക്കൊന്നും ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മൂവിയിൽ മമ്മൂക്കയുടെ പെർഫോമൻസിൽ വിശാഖിന് ഒരു നല്ല കൈയടി വേണ്ടതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റണ്ട് സീക്വൻസസ് വിത്ത് വെഹിക്കിൾ, പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ്, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്റ്റോറി ലൈൻ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ വെരി ഗ്രേറ്റ് സ്റ്റോറി ലൈൻ. കാരണം നമുക്കെല്ലാവർക്കും നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ട് പോകുന്ന ഒരു ബേസ് അടിത്തറയുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാവുന്നത് അതിൽ മമ്മൂക്കയുടെ ആക്ഷൻ സീക്വൻസസ് ആൻഡ് മമ്മൂക്കയുടെ എന്താ പറയുന്ന ആക്ടിങ് ആണ്. അത് നമ്മളെ ഒരുപാട് എൻഗേജ് ചെയ്യുന്നുള്ളതിൽ തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് സ്റ്റോറി ലൈൻ ഇസ് നോട്ട് സോ വെരി ഔട്ട്സ്റ്റാൻഡിങ്. അതിൽ പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നുമില്ല. ഒരു നോർമൽ ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചൊരു നമ്മളെ പിടിച്ചിരുത്താൻ മാത്രമുള്ള ഒരു സ്റ്റോറി പഞ്ചോ അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ്സോ ഒന്നും സ്റ്റോറി ലൈനിലില്ല. ഇറ്റ്സ് എ നോർമൽ ക്ലീഷേ സ്റ്റഫ്. കുറച്ച് റിവ്യൂസിൽ ഞാൻ കേട്ടിരുന്നു, സിനിമയിൽ വില്ലൻ പറയുന്നുണ്ട് ഐ ഡോണ്ട് ലൈക്ക് ക്ലീഷേ എന്ന് പറയുന്നുണ്ട്, പക്ഷേ സിനിമയിൽ ക്ലീഷേ ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നു അത് ശരിയാണ്. കുറച്ച് ക്ലീഷേഡാണ് സബ്ജക്റ്റ്. ബട്ട് ഓവറോൾ മേക്കിങ്ങിൽ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മേക്കിങ്ങിൽ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ദി ആക്ഷൻ സീക്വൻസസ്, പെർഫോമൻസ് ഓഫ് മമ്മൂക്ക. അപ്പോൾ അതെല്ലാം നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡൈ ഹാർഡ് മമ്മൂക്ക ഫാൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു സ്റ്റണ്ട് മൂവി ബഫ് അല്ലെങ്കിൽ ഈ സിനിമ ചിലപ്പോൾ നിങ്ങളെ എന്താ പറയുക പിടിച്ചിരുത്തത്തില്ല. ഇതൊരു പ്യുവർ മമ്മൂക്ക ഫാൻ മൂവിയാണ്. അതുപോലെ സ്റ്റണ്ട് ആക്ഷൻ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു മൂവിയാണ്. നിങ്ങളെ ചോയ്സസ് ഇത് രണ്ടും അല്ലെങ്കിൽ പ്രോബബ്ലി യു മൈറ്റ് ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ് ഗൈസ്. ബട്ട് ഓവറോൾ മേക്കിംഗ് ഇറ്റ്സ് ഗുഡ്. ബട്ട് ഈ പറഞ്ഞ പോലെ പലപ്പോഴും ലാഗ് ഫീൽ ചെയ്യുന്നു. കഥയിൽ ഒരു ഫ്രഷ്നസ് ഇല്ലായ്മയുണ്ട്. എനിവേസ്, ഗുഡ് ലക്ക് ടീം, ഗുഡ് ജോബ് ഡൺ.